എന്റെ ഓഫീസിൽ വന്ന് എന്റെ കണ്ണിൽ തുള്ളിമരുന്ന് ഉറ്റിച്ചു തരുമോ? ഒന്നും നോക്കില്ല, കേട്ട പറ. ഞാനും നേരെ കാർ എടുത്താണ്ട് പോയിട്ട് ലൊക്കേഷൻ നോക്കിയപ്പോ 40 കിലോമീറ്റർ കോഴിക്കോടാ തോന്നിട്ട് വരി നേരെ പോയോക്കാം. ഫോണടി കൂടെ അജ്മലിന്റെ ഒലക്കമിലൊരു സംശയം, എത്ര തുള്ളി മരുന്ന് ഉറ്റിക്കേണ്ടിരുന്നു? എത്ര തുള്ളി മരുന്ന് ഓല് 2 തുള്ളി പറയാൻ 4 തുള്ളി മാസമായിട്ട് എന്നെ ഉറ്റിച്ചു കൊടുക്കും. വെറൈറ്റി ആയിക്കോട്ടെ. ഞങ്ങളിത് പോയി കോഴിക്കോട് മഴ ഇടും. നല്ല ആൾക്കാർ എവിടെ ഉണ്ട്, അവിടെ മഴ ഉണ്ടോ? സ്വാഭാവികല്ലേ, വരി പോയോക്കാം. ഞങ്ങളിത് പോയി ലൊക്കേഷൻ എത്താൻ ലൊക്കേഷൻ കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്ക് തൊട്ടടുത്താ തോന്നുന്നുണ്ടാ. ഞങ്ങളിതിൽ പോയി എടുത്ത് നോക്കി വേണ്ടി എഡ്യൂക്കേറ്റ് ഇന്റർനാഷണൽ ഓഫീസ് ഇങ്ങനെയാണ് മിക്കവാറും അതന്നെ ഇക്കറ. അതിന്റെ ഉള്ളിൽ കയറി പോയി ചോദിച്ചോക്കെ വരിങ്ങൾ. അങ്ങനെ ചോദിച്ചപ്പോൾ ആ പേരുള്ള ഇവിടെ ഓഫീസ് തന്നെ ഉണ്ട്. ഏതായാലും നമുക്കൊരു സഡൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. This is sudden surprise to me also. ഞാൻ അവളോട് എന്റെ സഡൻ സർപ്രൈസ് ഒക്കെ കൊടുക്കണം. അവരെ കണ്ണ് തുള്ളിമരുന്ന് വെച്ചാൽ കോട്ടക്ക് ഇങ്ങോട്ട് വന്നിക്കണ പറഞ്ഞാല് ഞാൻ വന്നപ്പോൾ ആകെ പേടിച്ചു കൂടി. ഞാൻ വരില്ല, വെറുതെ ഇട്ടാണെന്നൊക്കെ എന്നോട് പറഞ്ഞു കമന്റ്. അതൊന്നും പറ്റൂല പറഞ്ഞു. ഇവള് കമന്റ് ഇട്ടാണ് ഇങ്ങോട്ട് ഇവിടെ ലൊക്കേഷൻ DM ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇളക്കി ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഒരു രക്ഷയില്ലാന്ന് കണ്ട പോളിനോട് എനിക്ക് തുള്ളിമരുന്ന് ഇട്ടിച്ചാനൊക്കെ അറിയോന്ന്. എനിക്ക് തുള്ളിമന്ന് ഇട്ടിക്കാരാ. ഞാൻ അതിന്റെ ABCD BCD ഒക്കെ പഠിച്ചത് കറക്റ്റ് ഞാൻ ഇട്ടിച്ചു തരും. ഏതായാലും ഓളിനോട് നഴ്സിംഗിന്റെ ഒരു തേങ്ങ എന്റെ കണ്ണോടുക്കുക. എനിക്ക് നഴ്സിംഗിനെ കുറിച്ച് ആദ്യം പറഞ്ഞ രംഗട്ട് ചുറ്റിച്ചാൽ മതി എന്നോട്. എന്നാ വരിക അതിൽ അതാണ് കേട്ടോ. ഇപ്പോൾ നഴ്സിംഗിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നെട്ടിക്കുന്ന സംഭവം മനസ്സിലായത്. നമ്മളിപ്പോ BSc നഴ്സിംഗ് ഇന്ത്യയിൽ എടുക്കണി 4 വർഷം നഴ്സിംഗ് പഠിക്കും വേണം, 2 വർഷം മിനിമം എക്സ്പീരിയൻസും വേണം, 1 വർഷം എങ്ങനെ പോയാലും OET IELTS പോലത്തെ ലാംഗ്വേജ് ബ്രേക്ക് ചെയ്യും വേണം. അങ്ങനെ ആകുമ്പോൾ ടോട്ടലി 7 വർഷം. നമ്മൾ അബ്രോഡ് നോക്കണം 4 വർഷത്തെ പഠനത്തോട് പോലെ എന്ത് ചെയ്യും, ലാംഗ്വേജ് നമുക്ക് ട്രെയിൻ ചെയ്ത് തരും. അങ്ങനെ 4 വർഷം കഴിയാത്തിന് ആ സ്റ്റുഡൻസിന് ജോബ് കിട്ടാനുള്ള പാത്വേ അവിടെ ബിൽഡ് ആയും ചെയ്തു. നമ്മുടെ നാട്ടിൽ എല്ലാവരും നഴ്സിംഗ് പഠിക്കാൻ ജോർജിയ, പക്ഷെ അതിനെക്കാട് അഫോർഡ് ആയിട്ടുള്ള സ്ഥലം ഉണ്ട് അബ്രോഡ്. ബോസ്നിയ, ബൾഗേറിയ, അൽബേനിയ, ഇവിടെ നല്ല അഫോർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ സംശയം ഈ താഴെ കാണുന്ന നമ്പറിലാണ്ട് വിളിച്ചാൽ മതി. ഈ വരുന്ന മെയ് 10 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി നഴ്സിംഗ് മേള പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ട് അഡ്മിഷൻ പരിപാടി നടത്തുന്നുണ്ട്. എന്ത് ഡൗട്ടിന് നേരെ നിങ്ങൾ പോലെ ഓഫീസിൽ പോയി ഇവിടെ ക്ലിയർ ചെയ്യാം. ഏതായാലും നഴ്സിംഗിന്റെ ക്ലാസ് എടുക്കലെ കഴിഞ്ഞ് വരെ നമുക്ക് തുള്ളിമാൻ നേരെ പെരി പോകാൻ തുടങ്ങുന്ന. ഞാൻ അവളോട് നല്ല കുട്ടിയെ അടങ്ങിയിരിക്കുക, തുള്ളി മാർക്കാണ് മൂക്കിലിട്ട് ഞാൻ അറിയില്ല, നമുക്ക് തുടങ്ങുന്നത്. ഇവളെന്തായാലും വിചാരിച്ചു ഏത് നേരത്തിൽ തന്റെ കമന്റ് ഇടാൻ എന്തൊരിത് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടേ. ഏതായാലും ഓള് പറഞ്ഞ 3-4 തുള്ളി ഏറെ ഉറ്റിച്ചിട്ട് നമ്മൾ മാസ് കാണിച്ചു. ഏതായാലും ഓരോടൊക്കെ ടാറ്റ് പറഞ്ഞ് നമ്മക്കോട് പോകാൻ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ്